ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് ലിറിക് എന്താണെന്നും ഓഡ് എന്താണെന്നും മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ലിറിക് എന്താണെന്ന് നമുക്ക് നോക്കാം. എ ലിറിക് ഈസ് എ ഷോർട്ട് പോവം ദാറ്റ് എക്സ്പ്രസ്സസ് പേഴ്സണൽ ഇമോഷൻസ് ഓർ തോട്ട്സ് ഓഫ് ദ സ്പീക്കർ. അപ്പോൾ ലിറിക് എന്നത് സ്പീക്കറിൻ്റെ വ്യക്തിപരമായ വികാരങ്ങളോ ചിന്തകളോ പ്രകടിപ്പിക്കുന്ന ഒരു ചെറിയ കവിതയാണ്. ഉദാഹരണത്തിന് വില്യം ബ്ലേക്ക് എഴുതിയ ടൈഗർ എന്ന പോവും നമുക്ക് പറയാം പ്രാസം, താളം, ഉജ്ജ്വലമായ ഇമേജറി എന്നിവ ഉപയോഗിച്ച് ഒരു ലിറിക്കൽ ശൈലിയിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഇനി അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് നോക്കാം. സബ്ജക്റ്റീവ് എക്സ്പ്രഷൻ. എ ലിറിക് എക്സ്പ്രസ്സസ് ദ പേഴ്സണൽ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് ഓഫ് ദ പോയറ്റ്. എക്സാമ്പിൾ ലവ്, സോറോ, ജോയ്, ലോങ്ങിങ്. അപ്പം എന്താ പറയുന്നത്? കവിയുടെ വ്യക്തിപരമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നു. അതായത് കവിയുടെ വ്യക്തിപരമായ വികാരങ്ങൾ, ചിന്തകൾ അല്ലെങ്കിൽ മാനസിക അവസ്ഥകളിൽ മേ ബി പ്രണയം, വിസ്മയം, ദുഃഖം അല്ലെങ്കിൽ അത്ഭുതം പോലുള്ളവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഈ ലിറിക് പോം. മ്യൂസിക്കൽ ക്വാളിറ്റി. ഇറ്റ് ഈസ് മ്യൂസിക്കൽ ആൻഡ് റിതമിക് ഇൻ നേച്ചർ, ഓഫൺ സ്യൂട്ടബിൾ ഫോർ സിംഗിങ്. അപ്പം ലിറിക് പോയം എന്ന് പറയുന്നത് സംഗീതപരവും താളാത്മകവുമാണ്, പലപ്പോഴും പാടാൻ അനുയോജ്യമാണ്. ബ്രിവിറ്റി. ലിറിക്സ് ആർ യൂഷ്വലി ഷോർട്ട് ആൻഡ് കൺസൈസ്. അപ്പം ലിറിക് പോയത്തിൻ്റെ വരികൾ എങ്ങനെയുള്ളതാണ്? സാധാരണ ഹ്രസ്വവും ബ്രിവിറ്റി അതായത് ഷോർട്ട്നെസ്, ഒരു എക്സാക്ട് യൂസ് ഓഫ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തുള്ള ഒരു ഷോർട്ടായിട്ടുള്ള ഒരു പോയമാണ്. യൂണിറ്റി ഓഫ് തോട്ട് ആൻഡ് മൂഡ്. ഇറ്റ് ഫോക്കസസ് ഓൺ എ സിംഗിൾ തീം ഓർ ഇമോഷൻ. അപ്പോൾ ചിന്തയുടെയും മാനസിക അവസ്ഥയുടെയും ഐക്യം നമുക്കിതിൽ കാണാം. അപ്പോൾ ലിറിക് പോയം ഒരൊറ്റ പ്രമേയത്തിലോ അല്ലെങ്കിൽ വികാരത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇമജിനേറ്റീവ് ലാംഗ്വേജ് യൂസസ് ഫിഗറേറ്റീവ് ലാംഗ്വേജസ് ലൈക്ക് മെറ്റഫേഴ്സ്, സിമിലീസ് ആൻഡ് ഇമേജറി. അപ്പോൾ ഭാവനപരമായ ഭാഷകൾ, അതായത് രൂപകങ്ങൾ, ഉപമകൾ, ഇമേജറികൾ തുടങ്ങിയ അലങ്കാരിക ഭാഷകൾ ലിറിക് പോയത്തിൽ ഉപയോഗിക്കുന്നു. Spontaneity reflects spontaneous overflow of feelings, often inspired by a specific moment or thought. പലപ്പോഴും ഒരു പ്രത്യേക നിമിഷത്തിൽ നിന്നോ ചിന്തയിൽ നിന്നോ പ്രചോദനം ഉൾക്കൊണ്ട് വികാരങ്ങളുടെ ഒരു സ്വയമേവയുള്ള കവിഞ്ഞൊഴുക്കലിനെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ലിറിക് പോയംസ്. സിമ്പിൾ ആൻഡ് ഫ്ലൂവൻറ്റ് സ്റ്റൈൽ. ലളിതവും ഒഴുക്കുള്ളതുമായ ശൈലി. ദ ലാംഗ്വേജ് ഈസ് ഓഫൺ ലിറിക്കൽ, ഗ്രേസ്ഫുൾ ആൻഡ് ഈസി ടു ഫോളോ, യെറ്റ് റിച്ച് ഇൻ ഇമോഷൻ. അതായത് ഭാഷ പലപ്പോഴും ഗാനരചനാത്മകവും മനോഹരവും പിന്തുടരാൻ എളുപ്പവുമാണ്. എന്നാൽ അതേസമയം തന്നെ വികാരങ്ങളാൽ, ഇമോഷൻസിനാൽ സമ്പന്നവുമാണ്. ഇനി അടുത്തതായിട്ട് ഓഡ് എന്താണെന്ന് മനസ്സിലാക്കാം. An ode is a type of lyric poem that expresses strong feelings of admiration, praise or deep reflection about a person, object or idea. അപ്പോൾ ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ ആശയത്തെയോ കുറിച്ചുള്ള ശക്തമായ ആരാധന, പ്രശംസ അല്ലെങ്കിൽ ആഴത്തിലുള്ള പ്രതിഫലനം പ്രകടിപ്പിക്കുന്ന ഒരുതരം ഗാനരചനയാണ് ഈ ഓഡ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഒരാളെയോ ഇല്ലെങ്കിൽ എന്തിനെങ്കിലുമോ ഡീപ്പായിട്ട് അല്ലെങ്കിൽ തോട്ട്ഫുൾ അല്ലെങ്കിൽ അതുപോലെ ആർട്ടിസ്റ്റിക് വേയിൽ പ്രശംസിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്ന ഒരു കവിതയാണ് ഓഡ്. ഇനി നമുക്ക് ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഫോർമൽ ആൻഡ് സീരിയസ് ടോൺ. Odes often have a dignified, serious and respectful tone. They are used to praise or glory a person, object, idea or event. നമ്മളിതിനു മുമ്പ് പറഞ്ഞായിരുന്നു, ഓഡുകൾ പലപ്പോഴും ഡിഗ്നിഫൈയും ഗൗരവമേറിയതും ആദരണീയമായ ഒരു സ്വരമുണ്ട്. ഓഡുകൾക്ക് ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ ആശയത്തെയോ സംഭവത്തെയോ പ്രശംസിക്കാനോ മഹത്വപ്പെടുത്താനോ അവ ഉപയോഗിക്കുന്നു. അതുപോലെ അതിന് ഫോർമൽ ആൻഡ് സീരിയസ് ഇൻ ടോണും ആണ്. ഇനി അഡ്രസ് ടു എ സബ്ജക്റ്റ്. An ode is usually directly addressed to its subject. Example, ode to a nightingale, ode on a Grecian urn. അപ്പോൾ ഓഡ് സാധാരണയായി അതിൻ്റെ വിഷയത്തെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നു. ഉദാഹരണത്തിന് ഓഡ് ടു എ നൈറ്റിംഗൽ, ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏൺ എന്നിവ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഒരു എക്സാമ്പിളിന് ഓഡ് ടു എ നൈറ്റിംഗൽ ആണെങ്കിൽ നൈറ്റിംഗൽ ഒരു ബേർഡാണ്. അപ്പം നൈറ്റിംഗലിനെയും അതിൻ്റെ ഗാനത്തെയും പ്രശംസിക്കുന്നത് നമുക്ക് ഓഡ് ടു എ നൈറ്റിംഗൽ കാണാം. അതുപോലെ പക്ഷിയെ നേരിട്ട് കവി അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇലാബറേറ്റ് ആൻഡ് എലിവേറ്റഡ് ലാംഗ്വേജ്, റിച്ച് വൊക്കാബുലറി, പോയറ്റിക് ഡിവൈസസ് ആൻഡ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസ് ആർ യൂസ്ഡ്. അതായത് സമ്പന്നമായ പദാവലി, വൊക്കാബുലറി, അതുപോലെ കാവ്യാത്മക ഉപകരണങ്ങൾ, അതുപോലെ കലാപരമായ ആവിഷ്കാരം എന്നിവ ഉപയോഗിക്കുന്നു. പോയറ്റിക് ഡിവൈസസ് എന്ന് പറയുമ്പം സിമിലി, മെറ്റഫർ, പെർസോണിഫിക്കേഷൻ, ഹൈപ്പർബോൾ
മുതലായവയാണ്. സ്ട്രക്ചർ ആൻഡ് സ്റ്റാൻസ പാറ്റേൺ. ട്രഡീഷണൽ ഓഡ്സ് ലൈക്ക് പിൻഡാരിക് ആൻഡ് ഹൊറേഷ്യൻ ഓഡ്സ് ഹാവ് സ്പെസിഫിക് സ്റ്റാൻസ സ്ട്രക്ചേഴ്സ്. മോഡേൺ ഓഡ്സ് ലൈക്ക് കീറ്റ്സ് ഓഡ് ആർ മോർ ഫ്ലെക്സിബിൾ ബട്ട് സ്റ്റിൽ ഫോളോ എ ഫോർമൽ പാറ്റേൺ. അപ്പം പരമ്പരാഗത ഓടുകൾക്ക് പ്രത്യേക സ്റ്റാൻസ ഘടനകളുണ്ട്, പക്ഷേ ആധുനിക ഓടുകൾക്ക് കൂടുതൽ ഫ്ലെക്സിബിളാണ്, ഒരു വഴക്കമുള്ളതാണ്, പക്ഷേ അവരും ഒരു ഫോർമൽ പാറ്റേൺ പിന്തുടരുന്നുണ്ട്. സെലിബ്രേഷൻ ഓർ മെഡിറ്റേഷൻ. They either celebrate something beautiful or meaningful or reflect deeply on a theme. ഇപ്പം മനോഹരമായതോ അർത്ഥവത്തായതോ ആയ എന്തെങ്കിലും കുറിച്ച് ആഘോഷിക്കുകയോ ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയോ ചെയ്യുന്നു. യൂസ് ഓഫ് പോയറ്റിക് ഡിവൈസസ് കോമൺലി ഇൻക്ലൂഡ്സ് മെറ്റഫർ, സിമിലി, പെർസോണിഫിക്കേഷൻ, അലിട്രേഷൻ എക്സെട്ര. നമ്മളിതിനു മുമ്പ് കണ്ടായിരുന്നു. ഇമോഷണൽ ഇൻറ്റൻസിറ്റി. ഓഡ്സ് എക്സ്പ്രസ് ഡീപ്പ് ഇമോഷൻ, അഡ്മിറേഷൻ ഓർ ഓ. ഓടുകൾ ആഴത്തിലുള്ള വികാരം, ആരാധന അല്ലെങ്കിൽ വിസ്മയം പ്രകടിപ്പിക്കുന്നു. ജോൺ കീറ്റ്സ് എഴുതിയ ഓഡ് ടു എ നൈറ്റിംഗേൽ ഒരു ഉദാഹരണത്തിന് എടുക്കാം. എന്തുകൊണ്ട് ഇതൊരു ഓഡ് എന്ന് പറയുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, നൈറ്റിംഗേൽ ഒരു ബേർഡാണ്. ആ പോത്തിൽ വരുന്ന ഒരു മെയിൻ ക്യാരക്ടറാണ്, കഥാപാത്രമാണ്. അപ്പോൾ നൈറ്റിംഗേലിനെയും അതിൻ്റെ ഗാനത്തെയും പ്രശംസിക്കുന്നത് നമുക്ക് ഓഡ് ടു എ നൈറ്റിംഗേൽ കാണാം. അതുപോലെ സമ്പന്നമായ ഇമേജറിയും എലിവേറ്റഡ് ആയിട്ടുള്ള ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ജീവിതം, മരണം, സൗന്ദര്യം എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള റിഫ്ലക്ഷൻ, പ്രതിഫലനം കവി ഈ ഓഡിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ കവിത നേരിട്ട് അഭിസംബോധന ചെയ്യുന്നത് ഒരു നൈറ്റിംഗലിനെയാണ്. ബേർഡ് സിംബലൈസിങ് ഇറ്റേണൽ ബ്യൂട്ടി ആൻഡ് ആർട്ട്, അത് നിത്യ സൗന്ദര്യത്തെയും കലയും പ്രതീകപ്പെടുത്തുന്ന ഒരു പക്ഷി. സോ ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് എക്സ്പ്ലനേഷൻ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.